ഒതുക്കി തീർക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇഡി ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നത് വൻ തട്ടിപ്പ്. കേസിലെ മുഖ്യകണ്ണി ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്നാണ് നിഗമനം. രഞ്ജിത്തിന് ഇഡി ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമെന്നും കണ്ടെത്തി. കൈക്കൂലി കേസിൽ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വിജിലൻസ് ഒന്നാം പ്രതിയാക്കിയതോടെയാണ് തട്ടിപ്പുകാരുടെ ഇഡി ബന്ധം സംശയത്തിന്റെ നിഴലിലായത്. ഡിജിറ്റൽ തെളിവുകളടക്കം പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം ശേഖർ കുമാറിനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് വിജിലൻസ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ കേസിൽ മുഖ്യകണ്ണിയാണെന്ന നിഗമനത്തിലേക്ക് വിജിലൻസ് എത്തിയത്. ഇഡിയുടെ അന്വേഷണം പണം വാങ്ങി ഒതുക്കാൻ ഇടപെട്ടിരുന്ന ആളാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്നാണ് വിജിലൻസിന്റെ നിഗമനം. ഇയാൾക്ക് ശേഖർ കുമാർ അടക്കമുള്ള ഇഡി ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമാണെന്നും വിജിലൻസ് സംശയിക്കുന്നു. ഇന്നലെ രഞ്ജിത്തിന്റെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇയാളുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. നമുക്കൊരു പരാതി കിട്ടി. ആ പരാതി കിട്ടി ഒരു പ്രീ വെരിഫിക്കേഷൻ നടത്തി നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണം നടത്തി ഒരു 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ബാക്കി അന്വേഷണം നടക്കേണ്ടതുണ്ട്. കേസിലെ മൂന്നാം പ്രതി മുകേഷ് ഹവാല ഇടപാടുകളിലെ മുഖ്യ കണ്ണിയാണ്. കൈക്കൂലി പണം വാങ്ങാൻ അക്കൗണ്ടുകൾ തയ്യാറാക്കി നൽകിയിരുന്നത് മുകേഷാണ്. മുകേഷ് അടക്കം കസ്റ്റഡിയിൽ വാങ്ങിയ 3 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിജിലൻസ് SP S ശശിധരന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പിമാർ അടങ്ങുന്ന സംഘമാണ് 3 പേരെയും ചോദ്യം ചെയ്യുന്നത്. അതിനിടെ ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും രേഖകളില്ലെങ്കിൽ മറ്റു വഴികളിലൂടെ കാണേണ്ടി വരുമെന്ന് പറഞ്ഞതായും പരാതിക്കാരൻ അനീഷ് ബാബു ആരോപിച്ചു. ഇവനോട് വളരെ പ്ലീസ് ചെയ്ത് സംസാരിച്ചപ്പോൾ ഇവൻ ചാടി കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്നെ കൂട്ടി ഒരു ചീത്തയും വിളിച്ചിട്ട് തറ ഇരിയടാന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്ക് പേടിച്ചു പോയി. അപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു എല്ലാ ഇമോഷണൽ ഇതെല്ലാം അങ്ങ് ഞാൻ അപ്പോഴേ കരഞ്ഞു പോയി. ഞാൻ തറയിലങ്ങ് ഇരുന്നു. അതർവൈസ് യു ഹാവ് ടു ഫൈൻഡ് എ വേ എന്ന് പറയുന്നുണ്ട് കൃത്യം. പക്ഷേ അന്നേരം നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നാണ് ഇവൻ ഇങ്ങനെ വരുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരായ ആരോപണത്തിൽ ഇഡി ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇഡി ഡയറക്ടർ കൊച്ചി സോണൽ ഓഫീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ശേഖർ കുമാറിന് കൈക്കൂലി കേസിൽ പങ്കുണ്ടോ, സമൻസ് വിവരം എങ്ങനെ തട്ടിപ്പുകാർക്ക് ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇഡി അന്വേഷണം. റിപ്പോർട്ടർ, കൊച്ചി.